ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞാൻ നിധിയും കൂടി ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ് ഗൈസ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ്സിനും പോകാനും പിന്നെ ഇവിടുന്ന് സാധനം വാങ്ങാനുള്ള ക്യാഷ് എടുക്കാനും വേണ്ടിയിട്ട് ATM കയറി ക്യാഷും എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയറിൽ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് തെങ്ങ് മുതുകാണ്ട് വന്നപ്പോൾ നമ്മൾ ഹെയറിനെ ഫ്രീ ആയിട്ട് വിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബസ് കിട്ടി. അവിടെ നിന്ന് വേറെ ബസ് സ്റ്റോപ്പിൽ പോയി, അവിടെ നിന്ന് കയറിയ വേറെ ബസ്സിൽ കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി അവസാനം നമ്മളെത്തിയത് പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡ്. സോ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്കൊരു എയർപോർട്ടിൽ ചെന്ന ഫീലാണ്. അവിടെ നിന്ന് നമുക്ക് സത്രത്തിലോട്ടുള്ള ബസ് കയറണം. സത്രത്തിലോട്ടുള്ള ബസ് കയറിയതിന് ശേഷം നമ്മൾ നേരെ ചെന്ന് ഇറങ്ങിയതും നമ്മുടെ തെപ്പക്കുളത്തിലാണ് ഗൈസ്. ഇതൊരു സ്ട്രീറ്റാണ്. ഇവിടെ പല പല കടകളും ഒരുപാട് സാധനങ്ങളും കാണും. ചില കടകളും നമ്മളെ മാടി വിളിക്കും, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. വിശപ്പടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കടയുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഇവിടെ കയറാമെന്ന് തോന്നി കയറിയത്. പോയി മെനുവിലുള്ള ഒരു സാധനം ചോദിച്ചിട്ടും കിട്ടാണ്ട് അവസാനം നമുക്ക് കിട്ടിയത് കരിക്കൻ ഷേക്കായിരുന്നു. അവിടെ നിന്നൊരു ഫാൻസി ഷോറിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ശാരദാസിലാണ്. എനിക്ക് കുറച്ച് ബ്ലൗസ് എടുക്കാനുണ്ടായിരുന്നു, സോ അതൊക്കെ വാങ്ങാൻ പോയി. എപ്പോൾ തെപ്പിക്കൊളുത്ത് പോയാലും നമ്മൾ ഈ ഫ്രൂട്ട്സ് സൈഡ് പോകാതിരുന്നിട്ടില്ല. അവിടെ ചെന്ന് 1 കിലോ ഫ്രൂട്ട്സ് കൊണ്ടായിരിക്കും തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടത് നമ്മളെ ബർഗർ കിങ്ങിലോട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബർഗർ കിങ്ങിൽ പോകുന്നത്. അത് നിധി പറഞ്ഞിട്ടായിരുന്നു. അവരൊരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റീസും. സോ ഇപ്രാവശ്യം എന്നെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ബർഗറും ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കൂടെ ആ ഒരു ഷേക്ക് അത് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. പിന്നെ ബർഗർ കഴിച്ച് വയറിനകത്തൊന്നും ആയില്ല എന്ന് തോന്നിയ സമയത്ത് ഞങ്ങൾ ഒരു ബോക്സ് വിങ്സിൻ്റെ ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പക്ഷേ ഇത് നല്ല ചൂടായിരുന്നു. അപ്പം തന്നെ അവർ കൊണ്ടുവന്നതാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല അത്രയും ചൂടുണ്ടാവുമെന്ന്. ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണും പോലെ നമ്മൾ ഈ പീസ് ഫുള്ള് വായിലിട്ടാൽ എല്ല് മാത്രം പുറത്തെടുക്കത്തില്ലേ, ആ ഒരു ഐഡിയ ട്രൈ ചെയ്തു. പക്ഷേ ഫ്ലോപ്പായി പോയി ഗൈസ്. ചൂട് കൊണ്ടിട്ട് വീഴുങ്ങാനും പറ്റുന്നില്ല, ആൾക്കാരിരിക്കുന്നിട്ട് അത് വായിന്ന് പുറത്തോട്ട് അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. അവസാനം അവിടുത്തെ കലാവിരുന്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരെ അശ്വിൻസ് ബേക്കറിയിലോട്ട് പോയി. ഇവിടുന്ന് വലുതായിട്ടൊന്നും വാങ്ങിയില്ല, എന്തെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞാൽ പോയത്, ബട്ട് വാങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് ഹോസ്റ്റലിലോട്ട് പോകാനുള്ള ബസ്സും കയറി. അപ്പോഴും ഹോസ്റ്റലിൽ കയറിയില്ല, അടുത്ത കടയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയി ഗൈസ്. അത്രയേ ഉള്ളൂ. ബൈ.